നമ്മളെ റിസോർട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്നേക്കണം നമ്മുടെ സ്വന്തം തങ്കം, ഞങ്ങളുടെ ഷാജിയേട്ടൻ. ഹായ്, നമ്മുടെ റിസോർട്ടിൻ്റെ മറ്റൊരു റൂമാണ്. വാ, അടിപൊളി റൂമാണ്. ഇവിടത്തെ കാറ്റാണ് കാറ്റ്. ഈ സ്ഥലത്താണ് നമ്മുടെ റിസോർട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഓടമേട് എന്നാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജുവലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഓടമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇടുക്കി ജില്ലയിലെ കുമളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തും. ഇവിടെ എന്താ സംഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടിലൻ റിസോർട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇവിടെ കിടിലൻ സ്ഥലമല്ലേ, നോക്കിയേ, എന്താ ഭംഗി. അപ്പോൾ ഈ സ്ഥലത്താണ് നമ്മുടെ റിസോർട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഓടമേട് എന്നാണ്. നമുക്കപ്പോൾ റിസോർട്ടിലേക്ക് പോയാലോ? കമോൺ. ഇവിടത്തെ കാറ്റാണ് കാറ്റ്. എന്ത് തണുപ്പാന്ന് നോക്കിയപ്പോ. പിന്നെ പൊന്നോ, ഇതാ ഹൗസ് ബോട്ട്. വെള്ളത്തിൽ മാത്രമല്ല, മലമുകളിലും ഹൗസ് ബോട്ട് ഉണ്ട്. നമ്മുടെ ഒരു റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ള 2 റൂമാണ്, ഹൗസ് ബോട്ടാണ്. അപ്പൊ അടിപൊളിയാണ്. ഇത് കണ്ടോ, ഒട്ടുക്കത്തെ ആംബിയൻസ് ആണ്. അങ്ങോട്ട് വയ്ക്കാം. കിട്ടില്ല സംഭവട്ടാ. ഇതിനകത്ത് 2 റൂംസ് ആണുള്ളത്. ഇതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫോൺ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെയാണ് ഈ റിസോർട്ട്. നമുക്ക് ഒന്ന് താമസിക്കാം അടിപൊളിയായിട്ട്. എന്താ പരിപാടി? ഷാജിബായി ഡ്രൈവറാണ്. വണ്ടി കഴുകുമായിരുന്നോ? വണ്ടി കഴുകുമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു റിസോർട്ട്? സൂപ്പർ, ഒന്നും പറയാനില്ല. അടിപൊളിയാണല്ലേ? അടിപൊളിയായിട്ടുണ്ട്. നല്ല അറ്റ്മോസ്ഫിയർ. ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. തണുപ്പുണ്ടായിരുന്നോ? നല്ല ക്ലൈമറ്റ്. അടിപൊളി. ഇപ്പോൾ വന്ന് രാവിലെ എഴുന്നേറ്റ് വണ്ടിയെ കഴിയതേ നല്ല വെയിലായല്ലേ? വെയിലായി. എന്നാലും ഒരു തണുപ്പുണ്ട്. തണുപ്പുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മൾ നമ്മുടെ കെട്ടുവെള്ളം കണ്ടു കഴിഞ്ഞു. അത് കൂടാതെ ഇനിയുള്ളൊരു അടിപൊളി റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു 4 കെട്ട് കുളിച്ചിട്ട് അതേ വടി കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിനകത്ത് താമസിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഫീല്. ഒരു തണുപ്പും കാര്യങ്ങളും എല്ലാം എപ്പോഴും നിലനിൽക്കുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിലാണ് നിൽക്കണം. നമുക്ക് നേരെ റിസോർട്ടിലേക്ക് കയറാം. നമ്മുടെ 4 കെട്ടിന് മുമ്പിലുള്ള ഒരു വരാന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട്? മൊത്തം മരമുണ്ട്. നല്ല ഫേക്കൊന്നുമല്ല, ഫുള്ളും മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് താമസിക്കാൻ വേണ്ടി, അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ഇത് പണിതേക്കണം നമ്മുടെ സിൻസൺ ചേട്ടൻ തേക്കടി. സിൻസൺ ചേട്ടന് വളരെ നന്ദിയുണ്ട്. സിൻസൺ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഇട്ടേക്കാം. സിൻസൺ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് താമസിക്കാം. അടിപൊളിയാണ്. കുറച്ച് വർക്കൊക്കെ തീരാണ്ട്, അത് തീർന്നു കഴിഞ്ഞാൽ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് പോയാലോ? അപ്പൊ നമ്മുടെ റിസോർട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്നേക്കണം നമ്മുടെ സ്വന്തം തങ്കം, ഞങ്ങളുടെ ഷാജിയേട്ടൻ. ഓക്കെ, റിസോർട്ടിൽ കൊണ്ടുവന്നൊന്നും അല്ല കേട്ടോ. ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇന്ന് 12:00 ഫംഗ്ഷൻ. ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ റിസോർട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ അറേഞ്ച് ചെയ്ത് തന്നതാണ്. സിംസൺ ചേട്ടനെ കുറിച്ച് സിംസൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ, കുമളി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര ഹെൽപ്പായിട്ടുള്ള ആളാണ്. നല്ല മനുഷ്യനാണ്. ഒരു പൊതുപ്രവർത്തകനാണ്. നല്ല മെമ്പറാണ്. മതി. മെയിൻ ബെഡ്റൂമാണ്. ഒരു അടിപൊളി വിസ്താരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. മൊത്തം മരമാണ്. മുകളിൽ മച്ചാണ്. അതൊക്കെ സൈഡൊക്കെ മരമാണ്. മുകളിൽ മച്ചെന്ന് കാണിച്ചു കൊടുത്ത് കണ. ഒരു തറവാട് പൊളിച്ച്, പഴയ 4 കെട്ട് പൊളിച്ച് അതേ വഴി തന്നെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്തേക്കുവാണ്. ഇതിൻ്റെ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂമൊക്കെ നല്ല വൃത്തിയും മേനുള്ള ഒരു കിടിലൻ ബാത്റൂമാണ്. അടിപൊളി ബാത്റൂമാണ്. ഹായ്, നമ്മുടെ റിസോർട്ടിൻ്റെ മറ്റൊരു റൂമാണ്. വാ, അടിപൊളി റൂമാണ്. ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ബാത്റൂമൊക്കെ യൂസ് ചെയ്യാം. വേറെ കോമൺ ആയിട്ടുള്ള ബാത്റൂമൊക്കെ ഉണ്ട്. കിടിലനാണ്, കിടിലൻ. എന്താ പരിപാടി? ഒരു ചിക്കൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. നമ്മുടെ പ്രിപ്പറേഷൻ ഞാനല്ല, ചൂടാക്കൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പാഷാണം
ഷാജി നമ്മുടെ തങ്കം ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് അല്ലേ? ആഹാ, നാടൻ കോഴിയാണ്. വെള്ളം മണ്ണുവായിന്ന്. നമ്മുടെ റിസോർട്ടിന്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള കുളമുണ്ട്. കോറിയാണ്. കരിങ്കറ്റ് പൊട്ടിച്ച സ്ഥലമാണ്. പക്ഷേ 10-20 അടി താഴ്ചയുണ്ട്. ആരും ഇതിൽ ഇറങ്ങി കുളിക്കാനും നോക്കി ഇവിടെ വരുവാണെങ്കിൽ